ഐക്യ ജനതാദളിന് ഒരു സീറ്റ് പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുകയില്ല എന്ന സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത്. അത് മാത്രമല്ല, ജനങ്ങൾക്ക് ഐക്യ ജനതാദളിന്റെ മുന്നണി മാറ്റം, അതും ദിവസങ്ങൾ വെച്ച് മുന്നണി മാറുന്ന സ്വഭാവം ഒരു രീതിയിലും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ജനകീയ സർവേകൾ പലതും നടക്കുമ്പോൾ JDU എന്ന പാർട്ടി ബീഹാർ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നു എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. RJDയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചുവരവായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കുക എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. RJD മൊത്തത്തിൽ മത്സരിക്കുന്നത് 26 ലോക്സഭാ സീറ്റുകളാണ്. 40 ലോക്സഭാ സീറ്റുകളാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ ഉള്ളത്. ബീഹാറിന്റെ എല്ലാ മേഖലകളിലും RJDക്ക് ആധിപത്യം ഉയർത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് തേജസ്വി യാദവ് പങ്കുവെക്കുന്നത്. നേരത്തെ തന്നെ പല റാലികളിലും നരേന്ദ്രമോദി പണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മൻമോഹൻ സിംഗിനെ അധിക്ഷേപിച്ച് പറഞ്ഞ വാക്കുകളും അതൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിന് തന്നെ നേരെ തിരിച്ചടിയാവുന്നത്, അതൊരു പടവാളായി മാറുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്ന രീതിയിൽ നരേന്ദ്രമോദിയുടെ തന്നെ ക്ലിപ്പിംഗ്സുകൾ ആണ് ഇപ്പോൾ തേജസ്വി യാദവ് പല സ്ഥലങ്ങളിലും പൊതുയോഗങ്ങളിലും വിളിച്ചു പറയുന്നത്. അത് BJPക്കാർക്ക് വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് വലിയ ആധിപത്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. മത്സരിച്ച് 6-ൽ 6 ജയിച്ചെടുത്തു. എന്നാൽ ഇക്കുറി ഒരു സീറ്റ് പോലും നേടാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ്. RJDക്ക് വലിയ മുൻതൂക്കമാണ് പ്രവചിക്കുന്നത്. വോട്ട് ഷെയറിലും സീറ്റുകളുടെ കാര്യത്തിലും ഗണ്യമായ വർധനമുണ്ടാവും എന്ന പ്രത്യാശ RJD നേതൃത്വം കൃത്യമായി തന്നെ പറയുന്നുമുണ്ട്. നിലവിലെ സാഹചര്യം ഇതാണ്. അഗ്നിപത് സ്കീം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി എതിർത്തിരുന്ന JDU എങ്ങനെയാണ് BJPക്കൊപ്പം കൂടിയത്? രാഷ്ട്രീയപരമായി JDUവിന് എന്ത് ധാർമ്മികതയാണ് ബീഹാർ രാഷ്ട്രീയത്തിലുള്ളത്? ബീഹാർ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന JDUവിന് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് നേതൃത്വം മനസ്സിലാക്കുന്നത്. JDU വിടാൻ തന്നെയാണ് പല പാർട്ടി നേതാക്കളും സ്വീകരിച്ചിരിക്കുന്ന വഴി. നമുക്കറിയാം, JDUവിൽ പണ്ട് മുതിർന്ന നേതാവായിരുന്ന ശരത് യാദവിനെ എത്രത്തോളമാണ് അവഹേളിച്ചത് നിതീഷ് കുമാർ എന്നുള്ളത്. ശരത് യാദവ് പ്രത്യേക ഒരു ഫാക്ഷനായി നിന്നു മരണം വരെ. എന്നാൽ ശരത് യാദവിന്റെ പൈതൃകം പിന്തുടരുന്ന JDUവിലെ പല നേതാക്കളും ഇപ്പോൾ കൃത്യമായി തന്നെ നിതീഷ് കുമാറിനെതിരെ ശക്തമായ മുന്നേറ്റം നടത്താൻ ഒരുങ്ങി നിൽക്കുകയാണ്. നിതീഷ് കുമാറിന് ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തം. ബീഹാർ രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിക്കുകയും ഒരു നീണ്ട വനവാസത്തിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്യുന്ന കാലം അത് വിദൂരമല്ല എന്നുള്ളത് വ്യക്തമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് മാമാങ്കം അവസാനിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം തൊട്ടടുത്ത വർഷം തന്നെ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 243 സീറ്റുകളിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകൾ പോലും BJP JDU സഖ്യത്തിന് ലഭിക്കുകയില്ല എന്നുള്ള സർവേ ഫലങ്ങൾ ഇപ്പോഴേ വന്നു തുടങ്ങിയിരിക്കുന്നു.